എല്ലാവർക്കും നമസ്കാരം. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബൈബിളിലെ പഴയ നിയമത്തിലെ ദാവീദിന്റെയും ഗോലിയത്തിന്റെയും സ്റ്റോറിയാണ് കേട്ടോ. ഇടയക്കച്ചനിൽ നിന്ന് ഇസ്രായേലിലെ മഹാരാജാവായി മാറിയ ദാവീദിന്റെ സ്റ്റോറിയാണ്. ബൈബിളിൽ 1 സാമുവേൽ 17-ാം അധ്യായത്തിൽ നമുക്ക് ഈ കഥ കാണാൻ സാധിക്കും. ദാവീദ് ആരായിരുന്നു? ദാവീദ് എന്തിനാണ് ഗോലിയത്തിനെ വധിച്ചത്? ഗോലിയത്ത് ആരായിരുന്നു? പിന്നീട് ദാവീദ് എങ്ങനെയാണ് രാജാവായി മാറിയത്? അതിനുശേഷം ദാവീദ് എങ്ങനെ മരണപ്പെട്ടു എന്നാണ് ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. പിന്നെ എൻ്റെ ഈ കഥ കേൾക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. എല്ലാവരും കഥയൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ ആരും തന്നെ ഫോളോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ കഥ കേട്ടതിന് ശേഷം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ശരി, നമുക്ക് കഥയിലേക്ക് പോകാം. ഇന്നത്തെ ഇസ്രയേലിന്റെയും പലസ്തീന്റെയും നടുവിലായിരുന്നു അന്ന് ഈ യുദ്ധം നടന്നിരുന്നത്. പണ്ട് 3000 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഇസ്രയേൽ ഭരിച്ചിരുന്നത് ശൗൽ എന്ന ധീരനായ രാജാവായിരുന്നു. അന്ന് ഇസ്രയേലരുടെ പ്രധാന ശത്രു രാജ്യമായിരുന്നു ഫെലിസ്തീർ. അങ്ങനെ ഒരു ദിവസം ഫെലിസ്തീരും ഇസ്രയേലിനും ഒരു യുദ്ധത്തിന് ഒരുങ്ങി. ഈ യുദ്ധം നടക്കുന്നത് ഏല എന്ന താഴ്വരയിൽ വെച്ചായിരുന്നു. ഏല താഴ്വര എന്ന് പറയുന്നത് ചുറ്റും മലകളാൽ മൂടപ്പെട്ട ഒരു താഴ്വരയായിരുന്നു. അതിൽ ഒരു സൈഡ് ഇസ്രയേൽ സൈന്യവും തമ്പടിച്ചു, മറു സൈഡിൽ ഫെലിസ്തീരും തമ്പടിച്ചു. എന്നാൽ ഈ ഫെലിസ്തീരുടെ കയ്യിൽ ഒരു ധീരനായ പടയാളി ഉണ്ടായിരുന്നു. അവന്റെ പേരാണ് ഗോലിയത്ത്. ഈ ഗോലിയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവനൊരു ഗത്ത് സ്വദേശിയായിരുന്നു. അവനാകട്ടെ ഏകദേശം ഒരു 9.5 അടിയോളം നീളമുള്ള ഒരു മനുഷ്യനായിരുന്നു. അവന്റെ കയ്യിലിരിക്കുന്ന ഒരു കുന്തമാകട്ടെ ഒരു മനുഷ്യന് പോലും പൊക്കാൻ പറ്റാത്ത അത്രയും വെയിറ്റുള്ള ഒരു കുന്തമായിരുന്നു. അവൻ ഇട്ടിരിക്കുന്ന പടച്ചട്ടയാകട്ടെ 60 കിലോയോളം ഭാരമുള്ള പടച്ചട്ടയും അവന്റെ തലയിലോ വെങ്കല കിരീടവും. അവനെ കണ്ടാലോ രാക്ഷസനെ പോലെ തോന്നിക്കും. ഇവനെ കണ്ട മാത്രമേ തന്നെ ഇസ്രായേൽ ജനം ഒന്ന് പേടിച്ചു. ഈ ഏല താഴ്വരയുടെ ഒത്ത നടുക്കിൽ എന്നും ഈ യുദ്ധം നടക്കുന്ന സമയമാകുമ്പോൾ ഈ ഗോലിയത്ത് ഏല താഴ്വരയുടെ ഒത്ത നടുക്കായിട്ട് വരും. വന്നിട്ട് നേരെ ഇസ്രായേൽ സൈന്യത്തെ നോക്കി വെല്ലുവിളിക്കും. നിങ്ങളിൽ ധീരന്മാരെ ഇങ്ങോട്ടയക്കൂ. അവർ എന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ ഞാനും എൻ്റെ സൈന്യവും നിങ്ങൾക്ക് അടിമകളായിരിക്കാം. എന്നാൽ ഞാൻ അവരെ തോൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളായിരിക്കണം. ഇങ്ങനെ 40 ദിവസത്തോളം ഈ ഗോലിയത്ത് ഇസ്രയേൽ ജനത്തെ വെല്ലുവിളിക്കുകയായിരുന്നു. ഈ വെല്ലുവിളി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഇസ്രയേൽ സൈന്യം പേടിച്ച് പിന്നോട്ടോടുമായിരുന്നു. ശൗൽ രാജാവിന് എന്ത് ചെയ്യണമെന്നറിയാതെ തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ദാവീദിന്റെ എൻട്രി. ഇനി നമുക്ക് ദാവീദ് ആരാണെന്ന് നോക്കാം. യഹൂദയിലെ ബത്ലഹേമിൽ ജനിച്ച ഒരുവനായിരുന്നു ദാവീദ്. ദാവീദിന്റെ അച്ഛന്റെ പേര് ജസായ്. ജസായ്ക്ക് മൊത്തം 8 മക്കളാണ് ഉണ്ടായിരുന്നത്. ഈ 8ഉം ആൺമക്കളായിരുന്നു. ഇതിൽ 8ാമനായിരുന്നു നമ്മുടെ ദാവീദ്. ഈ ദാവീദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ചുവന്ന തൊടുത്ത ഒരു ബാലൻ. അവന്റെ കണ്ണുകളാകട്ടെ എല്ലാവരെയും ആകർഷിക്കുന്ന കണ്ണുകളായിരുന്നു അവനുള്ളത്. എന്നാൽ ദാവീദിന്റെ മറ്റ് 7 സഹോദരന്മാരും ഇസ്രായേൽ സൈന്യത്തോടൊപ്പം യുദ്ധത്തിനായി പോയിരുന്നു. എന്നാൽ ഈ ദാവീദിന്റെ ജോലിയാകട്ടെ തന്റെ അപ്പന്റെ ആടുകളെ മേയ്ക്കുക. അതായിരുന്നു ദാവീദിന്റെ ജോലി. അതിനായി അവൻ എന്നും ആടുകളുമായി കാട്ടിലേക്ക് പോകും. ആടുകൾ മേയ്ക്കാൻ കാട്ടിലേക്ക് പോകുന്ന ദാവീദ് ആടുകളെ അവിടെ മേയ്ക്കാൻ വിട്ടിട്ട് കിന്നരം വായിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഒരു ദിവസം ജസായ് ദാവീദിനോട് പറഞ്ഞു, മോനെ, നീ നിന്റെ 7 സഹോദരന്മാരെ പോയി ചെന്ന് കാണണം. അവർക്ക് ഞാൻ കുറച്ച് ഭക്ഷണം തന്നേക്കാം. നീ അതുകൊണ്ട് അവർക്ക് കൊടുത്തിട്ട് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് തന്റെ സഹോദരങ്ങളെ കാണാനായിട്ട് ഇസ്രായേൽ സൈന്യം തമ്പടിച്ചിരുന്ന ഏല താഴ്വരയിലേക്ക് പോവുകയാണ്. അങ്ങനെ ദാവീദ് തന്റെ സഹോദരങ്ങളെ കാണാനായി ഏല താഴ്വരയിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്ന് തന്റെ സഹോദരങ്ങളെ കാണുകയും അവർക്ക് വേണ്ടിയ ഭക്ഷണങ്ങൾ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അവരുടെ കൂടെ ഇരുന്ന് കുറെ നേരം അവരുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങനെ പതിവ് പോലെ ഗോലിയത്ത് വെല്ലുവിളിയുമായിട്ട് വരുന്നുണ്ട്. ഗോലിയത്ത് വീണ്ടും വെല്ലുവിളിച്ചു, നിങ്ങളിൽ ധീരന്മാരായ ഒരുവൻ വന്ന് എന്നെ കൊല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്നോട് യുദ്ധം ചെയ്ത് എന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ എൻ്റെ സൈന്യം മുഴുവനും നിങ്ങൾക്ക് അടിമകളായിരിക്കും. എന്നാൽ ഞാൻ അവനെ കൊല്ലുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് അടിമകളായിരിക്കണം എന്നിങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് വെല്ലുവിളിക്കുകയായിരുന്നു. അപ്പൊ ഇത് നമ്മുടെ ദാവീദ് കേൾക്കുകയാണോ? ദാവീദിന് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല, തൻ്റെ ബാക്കിൽ നിന്നുകൊണ്ട് ഇസ്രയേലിന്റെ ചില സൈനികർ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഈ ദുഷ്ടനെ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ ശൗൽ രാജാവ് തൻ്റെ മകളെ അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും ഒത്തിരി സമ്മാനങ്ങൾ നൽകുകയും ചെയ്യും. പക്ഷേ ഇവനെ കൊല്ലാൻ ആർക്കാണ് ധൈര്യം? ഇതും കൂടി കേട്ടപ്പോൾ ദാവീദിന് ദേഷ്യം ഇരച്ചു കയറി.
അങ്ങനെ ദാവീദ് എന്ത് ചെയ്തെന്നറിയാമോ? അങ്ങനെ ദാവീദ് അവിടെ നിന്നും ഉച്ചത്തിൽ പറഞ്ഞു, ജീവനുള്ള സൈന്യത്തെ തൊടാൻ ഇവൻ ആരാണ്? ഇവനെ വധിക്കാൻ ഇവിടെ ആരുമില്ലേ? ഇങ്ങനെ ദാവീദ് ഉച്ചത്തിൽ പറയാൻ തുടങ്ങി. അപ്പൊ ഇത് കേട്ടപ്പോൾ ദാവീദിന്റെ സഹോദരന്മാർ ദാവീദിനെ വഴക്ക് പറഞ്ഞു. നീ ഇവിടുന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് പൊക്കെ, അവിടെ ആടുകളെ മേയ്ക്കുക, അതാണ് നിന്റെ ജോലി. നീ ഇവിടുന്ന് കൊച്ചുവായിൽ വലിയ വർത്തമാനമൊന്നും പറയണ്ട, നീ പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കോ. എന്നാൽ ദാവീദ് അതൊന്നും കേൾക്കാതെ പിന്നെയും ഇത് ആവർത്തിച്ച് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഈ വാർത്ത ആര് കേൾക്കുന്നു? ശൗൽ രാജാവിന്റെ കാതിലെത്തി. അങ്ങനെ ശൗൽ രാജാവ് ദാവീദിനെ തന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി. അപ്പോൾ ദാവീദ് നേരെ ശൗൽ രാജാവിനോട് പറഞ്ഞു, യജമാനനെ, എന്നെ ആ ദുഷ്ടന്റെ അടുത്തേക്ക് അയക്ക്, ഞാൻ അവനെ തോൽപ്പിച്ചിട്ട് വരാം. അപ്പോൾ ശൗൽ രാജാവ് നേരെ ദാവീദിനെ അടിമുടി ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, മോനെ, നീ ഒരു ബാലനാണ്, നിന്നെ കൊണ്ട് അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനാകട്ടെ ചെറുപ്പം മുതലേ തന്നെ യുദ്ധം ചെയ്ത് ശീലിച്ച ഒരു ധീരനാണ്, അവനെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ ദാവീദ് ശൗൽ രാജാവിനോട് പറഞ്ഞു, രാജാവിന് അറിയാത്ത ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ അപ്പന്റെ ആടുകളെ മേയ്ക്കാൻ കാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ എൻ്റെ ആടുകളെ ഭക്ഷിക്കാനായിട്ട് സിംഹവും കരടിയും ഒക്കെ തന്നെ വരും. എന്നാൽ ഞാൻ അവയുടെ വായിനെ വലിച്ചു കീറി അവയെ കുത്തി കൊലപ്പെടുത്തുകയും എറിഞ്ഞോടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ആ വന്യമൃഗങ്ങളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന ദൈവം ഈ ദുഷ്ടന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കില്ലയോ? അവന്റെ ഈ ഉറച്ച വിശ്വാസം കണ്ട ശൗൽ രാജാവ്, ശരി, എന്നാ നീ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അതുമാത്രവുമല്ല, ശൗൽ രാജാവ് തന്റെ പടച്ചട്ടയും വാളും നമ്മുടെ ദാവീദിനെ ധരിപ്പിച്ചു. എന്നാൽ അതൊന്നും ഇട്ട് ശീലമില്ലാത്ത ദാവീദ് രാജാവിനോട് പറഞ്ഞു, യജമാനനെ, എനിക്കിതൊന്നും ഇട്ട് ശീലമില്ല, എനിക്ക് ഇതൊന്നും വേണ്ട. അതെല്ലാം തിരിച്ച് ശൗൽ രാജാവിനെ ഏൽപ്പിച്ചിട്ട് അവൻ തന്റെ കയ്യിൽ തന്റെ ഇടയ വടിയും, അതായത് ആടുകളെ മേയ്ക്കാൻ പോകുമ്പോൾ ഉപയോഗിക്കുന്ന വടിയാണ്, ആ വടിയും അരയിൽ ഒരു ചെറിയ കത്തിയും പിന്നെ ഒരു കവണിയും കയ്യിൽ കരുതി. എന്നിട്ട് നേരെ ഈ ഗോലിയത്തിന്റെ അടുത്തേക്ക് നേരെ നടന്നു. ആ പോകുന്ന വഴി ഒരു അരുവിയുടെ കരയിൽ നിന്നും നല്ല മിനുസമുള്ള 5-6 കല്ലുകളൊക്കെ പെറുക്കി തന്റെ അരയിൽ കെട്ടി. അങ്ങ് ദൂരെ നിന്നും നമ്മുടെ ദാവീദ് വരുന്നത് കണ്ട് ഗോലിയത്തിന് ദേഷ്യവും പുച്ഛവും ഒക്കെ തോന്നി. എന്നിട്ട് ഗോലിയത്ത് നേരെ ദാവീദിനോട് ഉച്ചത്തിൽ പറഞ്ഞു, ഈ ബാലനാണോ എന്നോട് മത്സരിക്കാൻ വരുന്നത്? അതും ഒരു വടിയുമായിട്ട് എന്നെ അടിക്കാൻ ഞാൻ എന്താ വെറും ഒരു നായയെ മാത്രമാണോ? നീ ഇനി വന്നേര്, ഇന്ന് നിന്നെ വലിച്ചു കീറി ആകാശത്തിലെ പറവുകൾക്ക് ഞാൻ ഇട്ടുകൊടുക്കും. ഇത് കേട്ട ദാവീദ് നേരെ നമ്മുടെ ഗോലിയത്തിനോട് പറഞ്ഞു, നീ എൻ്റെ നേർക്ക് വരുന്നത് വാളും പരിചയമായിട്ടാണ്, എന്നാൽ ഞാൻ വരുന്നതോ ഇസ്രായേൽ രാജാവായ യഹോവയുടെ നാമത്തിലാണ്. അവൻ ഇന്ന് നിന്നെ എൻ്റെ കൈകളിൽ ഏൽപ്പിക്കും. ഇത് കേട്ട മാത്രയിൽ തന്നെ നമ്മുടെ ഗോലിയത്തിന്റെ ദേഷ്യം ഇരച്ചു കയറി. അവൻ നേരെ ദാവീദിനെ വധിക്കാനായിട്ട് മുന്നോട്ട് പാഞ്ഞു. ദാവീദും അതുപോലെ അവൻ അടുത്തേക്ക് പാഞ്ഞു. ഈ ഇങ്ങനെ ഓടുന്ന വഴി തന്നെ ദാവീദ് എന്ത് ചെയ്തു? തന്റെ കവണ എടുത്ത് തന്റെ അരയിൽ നിന്ന് ഒരു കല്ലും എടുത്ത് ഈ കവണയിൽ വെച്ച് നന്നായിട്ട് ചുഴറ്റി നല്ല ഒരൊറ്റ ഏറങ്ങ് വെച്ചു കൊടുത്തു. ഈ കല്ല് കാറ്റിനെ തട്ടി മറിച്ചുകൊണ്ട് നേരെ ഗോലിയത്തിന്റെ നെറ്റിയിൽ ഒരൊറ്റ കൊള്ളലം കൊണ്ടു. തൽക്ഷണം ദാവീദ് അവിടെ വീഴുന്നു. ഫെലിസ്തീയർക്കും ഇവിടെ എന്ത് നടക്കണമെന്ന് മനസ്സിലായില്ല. അവരും ആകാംക്ഷയുടെ നോക്കി നിൽക്കുകയാണ്. ഇസ്രായേൽ സൈന്യത്തിനും ഭയങ്കരമായ ഒരു ആകാംക്ഷയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കും മനസ്സിലാകുന്നില്ല. അങ്ങനെ ദാവീദ് നേരെ ഗോലിയത്തിന്റെ അടുത്ത് വരികയും തന്റെ അരയിൽ തിരികെ വെച്ചിരുന്ന കത്തിയെടുത്ത് ഗോലിയത്തിന്റെ തല അറുത്തുമാറ്റുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ സൈന്യം അവിടെ വിജയിക്കുകയാണ്. ബാക്കി വന്ന ഫെലിസ്തീർ സൈന്യത്തെ ഇസ്രായേൽ സൈന്യം അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. അതിനുശേഷം ശൗൽ രാജാവ് നമ്മുടെ ദാവീദിനെ ഇസ്രായേലിന്റെ സൈന്യ തലവനാക്കി മാറ്റി. അതുമാത്രമല്ല, ശൗൽ തന്റെ മകളെ ദാവീദിന് വിവാഹം കഴിച്ച് നൽകുകയും ചെയ്തു. ഇടവേളകളിലൊക്കെ ദാവീദ് ശൗൽ രാജാവിനെ കിന്നരം വായിച്ച് കേൾപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ ഇസ്രായേൽക്കാർ എന്ത് ചെയ്തെന്നറിയാവോ? ഇസ്രായേൽക്കാർ ഈ ദാവീദിനെ നല്ലതുപോലെ പുകഴ്ത്തി പാടുമായിരുന്നു. അതായത് എവിടെയെങ്കിലും വെച്ച് ദാവീദിനെ കാണുമ്പോഴൊക്കെയും ഇസ്രായേൽ സൈന്യം ഇങ്ങനെ പാടുമായിരുന്നു, നമ്മുടെ ശൗൽ രാജാവാകട്ടെ 1000 കൊന്നു, എന്നാൽ ദാവീദാകട്ടെ 10,000 കൊന്നു. അപ്പൊ ഇത് കേട്ട ശൗൽ രാജാവിന് അല്പം ദേഷ്യവും നമ്മുടെ ദാവീദിനോട് അസൂയയൊക്കെ നിറഞ്ഞു. അങ്ങനെ ശൗൽ രാജാവ് ദാവീദിനെ വധിക്കാനായി തീരുമാനിച്ചു. ഒരിക്കൽ ദാവീദ് കിന്നരം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ദാവീദിനെ കുന്തം കൊണ്ട് എറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെ 2 പ്രാവശ്യം ഇത് തുടർന്നു. അതിൽ നിന്നൊക്കെ ദൈവം ദാവീദിനെ രക്ഷിച്ചു.
എന്നാൽ ശൗലിന്റെ മകനായ യോനാഥൻ തന്റെ പിതാവ് ദാവീദിനെ കൊല്ലാനായി നോക്കുന്നുവെന്ന് ദാവീദിനെ അറിയിച്ചു. കാരണം ദാവീദിനോട് വളരെ സ്നേഹമായിരുന്നു ഈ യോനാഥന്. ഇത് മനസ്സിലാക്കി ദാവീദ് ഇസ്രായേൽ രാജ്യം വിട്ടു കാടിനുള്ളിൽ അഭയം പ്രാപിച്ചു. എന്നാൽ കാടിനുള്ളിൽ ഒളിച്ചു താമസിക്കുമ്പോഴും ദാവീദിന് 2 തവണ ശൗൽ രാജാവിനെ വധിക്കാൻ അവസരമുണ്ടായി. എന്നാൽ ദാവീദ് അതൊന്നും ചെയ്തില്ല. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഫെലിസ്തീനും ഇസ്രായേലിയരായിട്ട് വീണ്ടും ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ ശൗൽ രാജാവും കുടുംബവും മരണപ്പെടുകയും ചെയ്തത്. അതിനുശേഷം ഇസ്രായേൽ ജനം ദാവീദിനെ തിരികെ കൊണ്ടുവരികയും ദാവീദിനെ അവിടെ രാജാവായി വാഴിക്കുകയും ചെയ്തു. അങ്ങനെ ദാവീദ് രാജാവായതിനു ശേഷം യെരുശലേം നഗരം പിടിച്ചടക്കുകയും അതിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ അത് ദാവീദിന്റെ നഗരമായി മാറി. അങ്ങനെ തന്റെ 30ാമത്തെ വയസ്സിൽ ദാവീദ് ഒരു പൂർണ്ണ രാജാവായി അധികാരത്തോടെ വാണിരുന്ന സമയം. ആ സമയത്തായിരുന്നു എല്ലാ മനുഷ്യരെ പോലെയും ദാവീദിന് ഒരു തെറ്റുപറ്റി. തന്റെ വിശ്വസ്തനായ പടയാളിയായിരുന്ന ഊരിയാഹിന്റെ ഭാര്യ ബത്ശേബയെ ദാവീദ് മോഹിച്ചു. അവളെ സ്വന്തമാക്കാനായി ദാവീദ് എന്ത് ചെയ്തെന്നറിയാവോ? ഈ ഊരിയാഹിനെ ഒരു യുദ്ധത്തിന്റെ തലവനായി പറഞ്ഞേക്കുകയും അവിടെ വെച്ച് അവനെ ചതിയിലൂടെ കൊലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ നാഥൻ എന്ന പ്രവാചകൻ ദാവീദിന്റെ അടുത്ത് വന്ന് ദാവീദ് ചെയ്ത ഈ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു. അതിൽ മനംനൊന്ത ദാവീദ് എന്ത് ചെയ്തെന്നറിയാവോ? ഒരുപാട് വിഷമിക്കുകയും താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി ദൈവത്തോട് കരഞ്ഞു മാപ്പ് ചോദിക്കുകയും ചെയ്തു. അത് സങ്കീർത്തനങ്ങൾ 51 ഈ വിലാപം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ദാവീദ് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ച് തന്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് താൻ ചെയ്ത തെറ്റ് ദാവീദ് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ചപ്പോൾ ദൈവം ദാവീദിന് മാപ്പ് നൽകി. അതിനുശേഷം ദാവീദിന്റെ കുടുംബത്തിൽ സമാധാനമൊന്നും ഉണ്ടായിട്ടില്ല. ദാവീദിന്റെ കുടുംബയുടെ തകർച്ച അവിടെ തുടങ്ങിയാണ്. ദാവീദിന്റെ മൂത്ത മകനായ ബത്ശലേം രാജാവാകണമെന്ന് ആഗ്രഹിക്കുകയും ഇസ്രായേൽ മക്കളെ കൊണ്ട് ദാവീദിനെതിരായി കലാപങ്ങൾ സൃഷ്ടിക്കുകയും ദാവീദിനെ വധിക്കാൻ ആലോചിക്കുകയും ചെയ്തു. ഈ വിവരം ദാവീദ് മനസ്സിലാക്കി. അങ്ങനെ ബത്ശലോമിനെ ഭയന്ന് ദാവീദ് എന്ത് ചെയ്തു? വീണ്ടും അവിടെ നിന്ന് പലായനം ചെയ്തു, മാറി നിന്നു. പിന്നീട് അങ്ങനെ ബത്ശലേം രാജാവായി. പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും അവിടെ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ ബത്ശലോം മരിക്കുകയാണ് ചെയ്തത്. തന്റെ മകന്റെ മരണ വാർത്ത അറിഞ്ഞ് ദാവീദ് ഒരുപാട് ദുഃഖിച്ചു. തന്നെ വധിക്കാൻ മകൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ദാവീദിന് തന്റെ മകന്റെ മരണ വാർത്ത കേട്ടപ്പോൾ തന്നെ അത് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. ആ സമയം ഏകദേശം ദാവീദിന് പ്രായം ഏറെയായ സമയമായിരുന്നു. അങ്ങനെ വീണ്ടും ദാവീദ് ഇസ്രായേലിലോട്ട് വന്നു. പിന്നെ ദാവീദ് നമ്മുടെ ഇസ്രായേലിൽ ഒരു സഭ പണിയണം എന്ന് ആഗ്രഹിച്ചു. എന്നാൽ ദൈവം അവന് അനുമതി കൊടുത്തില്ല. കാരണം ദാവീദ് ഒരുപാട് യുദ്ധങ്ങൾ ചെയ്യുകയും ദാവീദിന്റെ കയ്യിൽ ചോര പുരളുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു പള്ളി പണിയാൻ ദാവീദിന് ദൈവം അനുമതി നൽകിയില്ല. അങ്ങനെ ദാവീദിന്റെ വിശ്വസ്തനായ മറ്റൊരു മകനായിരുന്നു ശലോമോൻ. അങ്ങനെ ദാവീദ് ആ പള്ളി പണിയണം എന്നുള്ള ആ ആഗ്രഹം ശലോമോനെ ഏൽപ്പിച്ചു. എന്നാൽ ദാവീദ് പള്ളി പണിയാനുള്ള സ്വർണവും അതിന്റെ പ്ലാനിങ്ങും ഒക്കെ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, പിന്നീട് ഇസ്രായേലിന്റെ രാജാവായി ശലോമോനെ നിയമിച്ചു. ഏകദേശം 70 വയസ്സായപ്പോൾ ദാവീദിന് പ്രായമായി. ദാവീദ് മരണപ്പെട്ടു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ദാവീദിനെയും ഗോലിയാത്തിനെയും കുറിച്ചാണെങ്കിൽ എത്ര വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോഴും അവയെല്ലാം നമ്മൾ തരണം ചെയ്യാൻ ശ്രമിക്കണം. അതെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ കരങ്ങളിൽ ഏൽപ്പിച്ച് ആ വലിയ പ്രശ്നങ്ങളെ നമ്മൾ മറികടക്കാൻ ശ്രമിക്കണം. എന്നാൽ ഇനി ദാവീദിന്റെ ജീവിതത്തെ കുറിച്ചാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും അറിയാതെ അല്ലെങ്കിൽ നമ്മളൊരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു മനഃപൂർവ്വം ആയിക്കോട്ടെ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ദൈവത്തോട് നമ്മൾ ചെയ്ത തെറ്റിനെ ഏറ്റുപറഞ്ഞ് നമ്മൾ മാപ്പ് ചോദിക്കണം. അപ്പൊ എത്ര കഠിനമായ പാപമാണെങ്കിലും ദൈവം ക്ഷമിക്കാതിരിക്കത്തില്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ നമ്മൾ എപ്പോഴും ദൈവത്തോട് പറഞ്ഞ് ദൈവത്തോട് മാപ്പ് ചോദിക്കാം. അപ്പോ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും ഒക്കെ ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത കഥ പറയാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാണ്, നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും തെറ്റ്, ഈ കഥയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻസിലൂടെ എഴുതി അറിയിക്കണം. അപ്പോൾ ഞാനത് തിരുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ
നമസ്കാരം.